ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജീസ് പാഠശാല. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയ ഫിനാൻഷ്യൽ അഡ്വൈസർ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് വി ഹാവ് ടു കൺവേർട്ട് അവേഴ്സെൽഫ്. ഏജൻസിൽ നിന്ന് നമ്മളൊരു അഡ്വൈസർ, അതിൽ നിന്ന് കൺസൾട്ടന്റ് എന്നൊരു മൊഡ്യൂളിലേക്ക് നമ്മൾ വരിക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി മാർക്കറ്റ് ഡിമാൻഡ്സ് ദാറ്റ്. ഇപ്പം സാധാരണ രീതിയിലുള്ള ഒരു നോർമൽ ഏജൻസിനെ പോലെ പെരുമാറിയാൽ നമുക്ക് അധിക കാലം ഈ ഒരു മാർക്കറ്റിൽ സർവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് എൻ്റെ മിസ്റ്റേക്സ് എന്താണ്, എൻ്റെ പവർ എന്താണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മളെ അറിയാമെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആഫ്റ്റർ നോ ദ കസ്റ്റമർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കസ്റ്റമറെ അറിയാന്നുള്ളത്. അപ്പോൾ കസ്റ്റമർക്ക് അവരുടെ അഭിരുചി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. യങ്സ്റ്റേഴ്സ് സ്പെഷ്യലി ജെൻസീസിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സംസാരിക്കണം, ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം, നമ്മളെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്, അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യണം. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒട്ടേറെ ട്രെയിനിങ് സെഷൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ട്രെയിനിങ്സിന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ഹാവ് ടു അപ്ഡേറ്റ് അവർ സെൽഫ്. കാരണം നമ്മൾ സ്വയം നമ്മുടെ യൂട്യൂബ്സ് നോക്കി മാത്രമോ അങ്ങനെ നോട്ട് ഡൗൺ ചെയ്തത് കൊണ്ട് മാത്രമല്ല, മറ്റുള്ളവരുടെ കൂടെ നമ്മൾ കൃത്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ള കുറേ പെർഫോമേഴ്സ് ഉണ്ടാവും, നമ്മൾ അവരുടെ കൂടെ കൂടുക. കാരണം അവരുടെ റുട്ടീൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ചില പ്രസന്റേഷൻ സ്കിൽസ് ഉണ്ടാവും, അത് നമ്മൾ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മൾ ഒരാളെ മുന്നിൽ ഒരാളെക്കാളും നല്ലോണം സക്സസ് ആവണമെങ്കിൽ അയാളുടെ പ്രോസസ്സിനെ നമ്മൾ ആദ്യം ബീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പലപ്പോഴും ഒരാളുടെ സക്സസിനോടാണ് അസൂയ. അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ് എനി ഈഗോ വിത്ത് ദ പ്രോസസ്. പ്രോസസ്സിനോട് ഒരിക്കലും അസൂയ ഉണ്ടാവില്ല. കാരണം നമുക്ക് അത് ചെയ്യാനാണ് ടഫ്. കാരണം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രോസസ്സ് വളരെ പെയിൻഫുൾ ആയിരിക്കും. ദെൻ ഓൺലി ദ സക്സസ് ബിക്കം ജോയ്ഫുൾ. അപ്പം നമ്മളത് പുതിയ പ്രൊഡക്ട്സിലേക്ക് എത്തുന്ന സമയത്തോ ജെൻസീസ് എങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഇഷ്ടപ്പെടാന്നുള്ള കാര്യം നോക്കുക. പലപ്പോഴും പല ആൾക്കാർക്ക് എൻഡോമെന്റ് പ്ലാൻസ് പഠിക്കണം, അത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം പുതിയ ആൾക്കാർ ഒരു ലോങ് ടേം ആണെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളതിൽ കുറേ ഷോർട്ട് ടേം പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് അനുസരിച്ച രീതിയിൽ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് പിച്ച് ചെയ്യണം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, പല യങ്സ്റ്റേഴ്സും പറയുന്നത് റിട്ടേൺസ് ആണ്. അപ്പോൾ നമ്മൾ അവരോട് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം, റിട്ടേൺസ് അല്ല റിസൾട്ട് ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആ പ്രസൻറ്റേഷൻ സമയത്ത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇയർ എൻഡാണ്. അപ്പോൾ ഇയർ എൻഡാകുന്ന സമയത്ത് പുതിയൊരു ബിഗിനിങ്ങിലേക്ക് നമ്മൾ 2026 പോവുകയാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുക. 2025 ഞാൻ എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കറക്ഷൻസ് ആവശ്യമുണ്ട്, ഇതേ കാര്യങ്ങളാണ് നമ്മൾ ക്ലയൻറ്റിന് മുന്നിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, reaching before the 2026, we have to review ourselves. For more details, definitely we are here to support you. Ranjis Pathshala. Thank you.